അമ്മേ എന്തൊക്കെ വേണ്ടേ? തക്കാളി 5 കിലോ വരെ. 5 കിലോ ഒക്കെ എന്തിനാടാ? തക്കാളി രസായനം വെക്കാനോ? സാമ്പാറിനാ ഒരു 500 മതി. നല്ല ആളെ എഴുതുന്നേ. ഞാൻ എഴുതാ ഇങ്ങോട്ട്. ഞാൻ എഴുതു. വേണ്ട, വെണ്ട 1 കിലോ പോരെ? രണ്ടും കണക്കാ. ഇതന്നെയാ പറയുന്നത്, എപ്പോഴെങ്കിലും അടുക്കളേന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് വരണമെന്ന്. ഒരു സാമ്പാറിനുള്ള വെണ്ടയും തക്കാളി തിന്നാലേ അറിയും. ഞാൻ തന്നെ എഴുതിക്കോളാം. അമ്മേ പായസം വേണേ? പാലട മതിയേ? വേണ്ടേ അമ്മേ, സേമിയ മതി. എന്നാ കോയും വേണോ? ഇതിനൊക്കെ ഉള്ള പൈസ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവും. അച്ഛന് നേടെ പോയി. അച്ഛാ. ആ മാഷേ, ഇത് കിടപ്പ് രോഗിയൊക്കെയുള്ള സൗജന്യ മരുന്ന് വിതരണമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. ഒരാൾ മാസം 1000 റുപ്യ. ശരിക്കൊരു 100 റുപ്യന്റെ ഗുളിക വാങ്ങിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. മോളേതാ വരിക? മാഷേ, ഞാനേ ഓണമൊക്കെ അല്ലേ, വീട്ടിൽ എന്തെങ്കിലും സാധനമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തും. ഓക്കെ മാഷെ, ഓക്കെ. നിങ്ങളെ ലിസ്റ്റ് റെഡി ആയോ? ഇതിലെന്താ കോയിറച്ചി വെക്കാ? ഓണല്ല അച്ഛ, കോയി കായ്ക്കോട്ടെ. സദ്യക്കൊക്കെ ആരും പോയി കൂട്ടടാ? വേണോ? വേണോ? നോക്ക, എന്റെ അടുത്ത് ആകെ 1000 അതിൽ 200 റുപ്യക്ക് വേണം. ഒരു 800 റുപ്യ അതിനോണ്ട്. അല്ല, നിങ്ങൾ പോവില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ വെരി ഗുഡായി. കാരണം എന്താ പറയുക, എനിക്ക് ചെറിയ പരിപാടി. അപ്പൊ എന്നാല് നിങ്ങൾ പോയി വരും. ഓക്കെ. വെരി ഗുഡ്. എന്താന്ന് വിശേഷിച്ച്? ഒന്നുമില്ല, ഞങ്ങൾ നമ്മളെ ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടല്ലോ റെസിഡൻസിന്റെ. അതിന് ക്ഷണിക്കാൻ കൂടി വന്നതാണ്. ആയിക്കോട്ടെ, സന്തോഷം. ഈ ആൾക്കാരൊന്നും കാണുന്നില്ല. ബാബുവേട്ടനെ പോലത്തെ കുറച്ച് ആൾക്കാർ കണ്ടിട്ട്. ആയിക്കോട്ടെ. അല്ല ഞാനിപ്പോ ഞാൻ എന്താ ഉണ്ട്? ഒരു 1000 റുപ്യ. ആയിക്കോട്ടെ, നമ്മളെ പരിപാടിയല്ലേ, ചെറിയ പരിപാടിയാണ്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമ്മളെ ഇത് 800 ഉണ്ടല്ലേ. എന്താ റെസിന്റെ ഒന്നും പ്രശ്നമില്ല. ചമ്മ പരിപാടി ഉഷാറായിക്കാളാം. ആയിക്കോട്ടെ. ബാബുവേട്ടാ, ഓണാശംസകൾ. ഓണാശംസകൾ.